നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ തൃശൂർ ജില്ലയിൽ മികച്ച പോളിംഗ് ശതമാനം. വോട്ടെടുപ്പ് ദിവസം രാവിലെ മുതൽ വോട്ടർമാരുടെ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് ചേർപ്പ് ബ്ലോക്കിൽ പൂർണ്ണം. മികച്ച പോളിംഗ് ശതമാനമാണ് മേഖലയിൽ രേഖപ്പെടുത്തിയത്. തൃപ്രയാർ ഏകാദശിക്കൊരുങ്ങുന്ന ക്ഷേത്രാങ്കണത്തെ സംഗീതത്തിൽ ആറാടിച്ച് സംഗീതോത്സവത്തിന് തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവത്തിൽ 100-ലേറെ പ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ തൃശൂർ ജില്ലയിൽ മികച്ച പോളിംഗ് ശതമാനം. വോട്ടെടുപ്പ് ദിവസം രാവിലെ മുതൽ വോട്ടർമാരുടെ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ 72.27 ആണ് പോളിംഗ് ശതമാനം. 19,90,388 പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. വോട്ടെടുപ്പ് ദിവസം രാവിലെ 7 മണി മുതൽ വോട്ടർമാരുടെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:15 വരെ 50%-ലേറെ വോട്ടാണ് രേഖപ്പെടുത്തിയത്. തുടർന്ന് വോട്ടിംഗ് ശതമാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി. നഗരസഭകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, തൃശൂർ കോർപ്പറേഷൻ എന്നിവയിലെ തരംതിരിച്ചുള്ള വോട്ടിംഗ് ശതമാനം ഇങ്ങനെയാണ്. കുന്നംകുളം നഗരസഭയിൽ 73.58 ആണ് പോളിംഗ് ശതമാനം. ഇരിങ്ങാലക്കുടയിൽ 73.08%, കൊടുങ്ങല്ലൂരിൽ 77.02%, ചാവക്കാട് 73.29%, ഗുരുവായൂർ 68.85%, ചാലക്കുടി 71.19%, വടക്കാഞ്ചേരി നഗരസഭയിൽ 73.87% എന്നിവയാണ് പോളിംഗ് നടന്നിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിലെ പോളിംഗ് ശതമാനം ഇങ്ങനെയാണ്. ഇരിങ്ങാലക്കുട 73.08%, കൊടുകര 76.94%, ചേർപ്പ് 75.65%, അന്തിക്കാട് 72.75%, മതിലകം 73.93%, തളിക്കുളം 70.27%, മുല്ലശ്ശേരി 69.99%, പുഴയ്ക്കൽ 73.95%, ഒല്ലൂക്കര 75.18%, പഴയന്നൂർ 75.91%, വടക്കാഞ്ചേരി 75.88%, ചൊവ്വന്നൂർ 73.14%, ചാവക്കാട് 68.82%, വെള്ളാങ്ങല്ലൂർ 72.86%, മാള 71.71%, ചാലക്കുടി ബ്ലോക്ക് 72.22% എന്നിവയാണ് പോളിംഗ് നടന്നിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷനിൽ 62.24% പോളിംഗ് നടന്നിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തുകളിൽ 73.48% പോളിംഗും നടന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് ചേർപ്പ് ബ്ലോക്കിൽ പൂർണ്ണം. മികച്ച പോളിംഗ് ശതമാനമാണ് മേഖലയിൽ രേഖപ്പെടുത്തിയത്. 75.65 ആണ് പോളിംഗ് ശതമാനം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ 45.13% പോൾ രേഖപ്പെടുത്തിയത്. തുടർന്ന് പോളിംഗ് ശതമാനം കൂടിയും കുറഞ്ഞുമായാണ് നിന്നത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ചേർപ്പ്, വല്ലച്ചിറ, പാർളം, അവണിശ്ശേരി പഞ്ചായത്തുകളിൽ മികച്ച പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചതു മുതൽ മിക്കവാറും ബൂത്തുകൾക്ക് മുന്നിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ രാവിലെ തന്നെ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാനെത്തിയിരുന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ 91,905 പേരായിരുന്നു ആകെ വോട്ടർമാർ. തൃപ്രയാർ ഏകാദശിക്കൊരുങ്ങുന്ന ക്ഷേത്രാങ്കണത്തെ സംഗീതത്തിൽ ആറാടിച്ച് സംഗീതോത്സവത്തിന് തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവത്തിൽ 100-ലേറെ പ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. തൃപ്രയാർ ക്ഷേത്ര പരിസരം മുഴുവൻ സംഗീത പ്രപഞ്ചം തീർത്താണ് സംഗീതോത്സവം നടക്കുന്നത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് സംഗീതോത്സവം നടക്കുന്നത്.
വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം മാനേജർ മനോജ് കെ നായർ ചടങ്ങിൽ അധ്യക്ഷനായി. 100-ലേറെ പ്രതിഭകളാണ് 3 ദിവസത്തെ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് മീനാക്ഷി എസ് വർമ്മ നയിച്ച സംഗീത കച്ചേരി അരങ്ങേറി. നവമി ദിനമായ ശനിയാഴ്ച വൈകിട്ട് 5-ന് സംഗീതോത്സവം സമാപിക്കും. ചേർപ്പിൽ വോട്ടർമാരുടെ നീണ്ട വരി ദൃശ്യമായത് 8-ാം വാർഡിന്റെ ബൂത്തിൽ. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു 8-ാം വാർഡിന്റെ ബൂത്ത്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലെ 8-ാം വാർഡ് ബൂത്തിൽ രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട വരി കാണപ്പെട്ടിരുന്നു. ഇവിടെ 1128 വോട്ടർമാർക്ക് ആകെ ഒരു ബൂത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. 1200-ൽ കൂടുതൽ വോട്ടർമാർ ഉണ്ടെങ്കിൽ മാത്രമാണ് 2 ബൂത്തുകൾ അനുവദിക്കുക. പല സമയത്തും വോട്ടർമാരുടെ നീണ്ട നിര നിന്നിരുന്നു. 7-ാം വാർഡിന്റെ 2 ബൂത്തുകൾ സ്കൂളിലായതും ഏതാനും വോട്ടർമാരെ വലച്ചു. 2 കിലോമീറ്റർ അകലത്തിലായിരുന്നു ബൂത്തുകൾ. ഇതിൽ ഒരു ബൂത്ത് ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിലും മറ്റൊന്ന് ഊരകം CMS സ്കൂളിലുമായിരുന്നു. പല വോട്ടർമാരും ഒരു സ്കൂളിൽ എത്തുമ്പോഴാണ് തങ്ങളുടെ ബൂത്ത് 2 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലാണെന്ന് മനസ്സിലാക്കുന്നത്. പ്രായം തളർത്താത്ത മനസ്സിന്റെ ഊർജ്ജസ്വലതയിൽ വോട്ടവകാശം വിനിയോഗിച്ച് 97-കാരി. പല്ലിശ്ശേരി കത്തനെ വീട്ടിൽ മീനാക്ഷി അമ്മയാണ് പ്രായത്തെ വെല്ലുന്ന ആവേശത്തോടെ വോട്ട് ചെയ്തത്. പല്ലിശ്ശേരി സ്വദേശി കത്തനെ വീട്ടിൽ പെരുമാൾ ആചാര്യയുടെ ഭാര്യയാണ് മീനാക്ഷി അമ്മ. പല്ലിശ്ശേരി AUP സ്കൂളിൽ 1-ാം നമ്പർ ബൂത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് 2:30-യോടെയാണ് മീനാക്ഷി അമ്മ വോട്ട് ചെയ്തത്. മകൻ ഗണേഷിനൊപ്പം കാറിലാണ് മീനാക്ഷി അമ്മ വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തിയത്. ഗണേഷിന്റെ ഭാര്യ വിജയലക്ഷ്മി, മകൻ പ്രണവ്, മരുമകൾ അശ്വതി എന്നിവയും മീനാക്ഷി അമ്മയ്ക്കൊപ്പം വോട്ട് ചെയ്യാനെത്തിയിരുന്നു. ഒരിക്കൽ പോലും താൻ വോട്ട് ചെയ്യാതിരുന്നിട്ടില്ലെന്നും വോട്ട് ചെയ്യുന്നതിൽ സന്തോഷമാണെന്നും മീനാക്ഷി അമ്മ പറയുന്നു. എല്ലാത്തിനും സന്തോഷം. ജയിക്കണം നമ്മൾ എല്ലാ വർഷവും. കഴിഞ്ഞ വർഷം നല്ലോണം നടന്നു വന്നു. കാറിലൊന്നും വന്നില്ല, നടന്നു വന്നു. ഇക്കൊല്ലം നടക്കാൻ പറ്റാണ്ടായി. ജയിക്കും എന്നുള്ളത് സന്തോഷമുണ്ട്. ജയിക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മളതിനല്ല ചെയ്യണത്, നമുക്ക് വേണ്ടിയിട്ടല്ല ചെയ്യണത്. ആവട്ടെ, ജയിക്കട്ടെ. കർണാടകയിലെ കുടകിലാണ് മീനാക്ഷി അമ്മ ജനിച്ചു വളർന്നത്. കുടക്, കന്നഡ ഭാഷകളെല്ലാം ഇവർക്കറിയാം. വിവാഹത്തിന് ശേഷം 1978-ൽ പല്ലിശ്ശേരിയിൽ താമസം തുടങ്ങി. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീട്ടിൽ വെച്ചാണ് അമ്മ വോട്ടവകാശം വിനിയോഗിച്ചതെന്ന് മകൻ ഗണേഷ് പറഞ്ഞു. അമ്മയ്ക്ക് 97 വയസ്സായി. പിന്നെ അമ്മയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, തീരെ വയ്യ. അപ്പോൾ എന്നിട്ട് ഞാൻ അങ്ങനെ കാറിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യം മുടങ്ങാണ്ട് വോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം കൂടി ഞാൻ ആഗ്രഹം സാധിച്ചു കൊടുക്കാതിട്ട് കൂട്ടി കൊണ്ടുവന്നതാണ്. ഇല്ല, വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എല്ലാ കൊല്ലം ചെയ്യാറുണ്ട്. ഇപ്പം തീരെ വയ്യ. അപ്പോൾ ശരി, ഞാൻ കാറിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. വീട്ടിലേക്കാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലൊന്നും ചെയ്തു വരാൻ പറ്റാണ്ട്. അപ്പം അതിന് മുന്നൊക്കെ കൊണ്ടൊന്നും ചെയ്യാറ്. ഇത്തവണ മാത്രമാണ് കാറിലെത്തി വോട്ട് ചെയ്യേണ്ടതായി വന്നത്. ഗണേഷ് ഉൾപ്പെടെ 6 മക്കളാണ് മീനാക്ഷി അമ്മയ്ക്കുള്ളത്. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഏറെ പ്രസരിപ്പിലാണ് മീനാക്ഷി അമ്മയുടെ ജീവിതം. വീട്ടിൽ പച്ചക്കറി കൃഷിയും മറ്റും ചെയ്ത് ഇവർ മാനസിക സന്തോഷം കണ്ടെത്തുകയാണ്. താൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചാണ് മീനാക്ഷി അമ്മ കുടുംബത്തോടൊപ്പം വീട്ടിലേക്ക് മടങ്ങിയത്. പെരിഞ്ചേരിയിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വൈദ്യുതി ലൈനിൽ വീണു. ഇതേ തുടർന്ന് പെരിഞ്ചേരി 11-ാം വാർഡിലെ ബൂത്തിൽ വോട്ടെടുപ്പ് വൈകി. വോട്ടെടുപ്പ് നടന്ന വ്യാഴാഴ്ച പുലർച്ചെ 5:30-യോടെയാണ് ശക്തമായ കാറ്റ് വീശിയടിച്ചത്. ശക്തമായ കാറ്റിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് കടപുഴകി 110 kV വൈദ്യുതി ലൈനിൽ വീഴുകയായിരുന്നു. ഇതോടെ വൈദ്യുതി ബന്ധം തകരാറിലായി. പെരിഞ്ചേരി 11-ാം വാർഡിലെ ബൂത്തിൽ മോക്ക് വോട്ടിംഗ് ആണ് തടസ്സപ്പെട്ടത്.
1 മണിക്കൂർ കഴിഞ്ഞ് ബദൽ സംവിധാനം ഏർപ്പെടുത്തി വോട്ടിംഗ് ആരംഭിക്കുകയായിരുന്നു. പുലർച്ചെ പ്രഭാത സവാരിക്കാരാണ് തെങ്ങ് വൈദ്യുതി ലൈനിൽ വീണ വിവരം KSEB അധികൃതരെ അറിയിച്ചത്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പോലീസും ഫയർഫോഴ്സും KSEB ജീവനക്കാരും സ്ഥലത്തെത്തി JCBയുടെ സഹായത്തോടെ തെങ്ങ് മുറിച്ചു മാറ്റിയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. വോട്ടെടുപ്പ് കേന്ദ്രത്തിന് 100 മീറ്റർ അടുത്താണ് തെങ്ങ് വീണത്. സംഭവത്തെ തുടർന്ന് 1 മണിക്കൂർ സമയം ബസ് ഗതാഗതം തടസ്സപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. ഏതാനും ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ അല്പസമയം തകരാറിലായതൊഴിച്ചാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. ഭൂരിഭാഗം ബൂത്തുകളിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. പ്രമുഖരായ പലരും രാവിലെ തന്നെ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി. മന്ത്രി K. രാജൻ അന്തിക്കാട് KGM സ്കൂളിലെ 6-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത്. അമ്മയ്ക്കും സഹോദരനുമൊപ്പം വീട്ടിൽ നിന്ന് നടന്നാണ് അദ്ദേഹം ബൂത്തിലെത്തിയത്. രാവിലെ 7:30-യോടെ മുൻ മന്ത്രി VS സുനിൽകുമാർ വോട്ട് ചെയ്തു. കുടുംബത്തോടൊപ്പം മുറ്റിച്ചൂർ ALP സ്കൂളിലെത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. CC മുകുന്ദൻ MLA അന്തിക്കാട് നോർത്ത് 3S NGS പ്രീ പ്രൈമറി സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. ചേർപ്പ് ബ്ലോക്കിലെ ഏതാനും ചില ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായതിനെ തുടർന്ന് അല്പനേരം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. പൂത്തറയ്ക്കൽ സ്കൂളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിനെ തുടർന്ന് 2 തവണ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. ചേർപ്പ് 12-ാം വാർഡ് പനംകുളം DMLP സ്കൂളിലെ 2-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായെങ്കിലും 15 മിനിറ്റിന് ശേഷം തകരാർ പരിഹരിച്ച് വോട്ടെടുപ്പ് തുടർന്നു. വയോധികരും കിടപ്പ് രോഗിയും ഉൾപ്പെടെയുള്ള വോട്ടർമാരും ബൂത്തിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ച കാഴ്ചയും ശ്രദ്ധേയമായി. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സ്വദേശി പുതിയ വീട്ടിൽ അബ്ദുറഹ്മാൻ കുട്ടിയുടെ ഭാര്യ 70 വയസ്സുള്ള ബീവാത്തുമ്മ JBS സ്കൂളിലെ ബൂത്തിലെത്തിയാണ് വോട്ട് ചെയ്തത്. കിടപ്പ് രോഗിയായ ഇവരെ സ്ട്രക്ചറിലാണ് വോട്ട് ചെയ്യിക്കാൻ ബൂത്തിലെത്തിച്ചത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,985 രൂപ, പവന് 95,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട ചെറുശ്ശേരി. ഫോൺ 9539080053. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ തൃശൂർ ജില്ലയിൽ മികച്ച പോളിംഗ് ശതമാനം. വോട്ടെടുപ്പ് ദിവസം രാവിലെ മുതൽ വോട്ടർമാരുടെ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് ചേർപ്പ് ബ്ലോക്കിൽ പൂർണ്ണം. മികച്ച പോളിംഗ് ശതമാനമാണ് മേഖലയിൽ രേഖപ്പെടുത്തിയത്. തൃപ്രയാർ ഏകാദശിക്കൊരുങ്ങുന്ന ക്ഷേത്രാങ്കണത്തെ സംഗീതത്തിൽ ആറാടിച്ച് സംഗീതോത്സവത്തിന് തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവത്തിൽ 100-ലേറെ പ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.